നമസ്കാരത്തിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്ന ചോദ്യമാണ് ധാരാളമായി ചോദിക്കപ്പെടാറുള്ളത്. മാത്രമല്ല, ഓരോ വക്ത് നമസ്കാരത്തിനും എങ്ങനെ നിയ്യത്ത് വെക്കണം എന്നതിനു പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ, വ്യത്യസ്തങ്ങളായ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതിന് ഓരോന്നിനും എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഇനി 5 വക്ത് നമസ്കാരം തന്നെ നമ്മൾ യാത്രക്കാരായ ആളുകളോ അതല്ലെങ്കിൽ രോഗികളായ ആളുകളോ ജംഉം ഖസ്റുമൊക്കെ ആക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അങ്ങനെ ആളുകൾ ഈ വിഷയത്തിൽ വളരെ വലിയ പ്രയാസത്തിലും സംശയത്തിലുമാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം നമസ്കാരങ്ങളെ സംബന്ധിച്ചും മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി സംസാരിച്ചാലും പല ആളുകളും പറയും, ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അൽഹംദുലില്ലാ, വളരെ നന്നായി ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഒരു സംശയം അവിടെ അവശേഷിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ അതിന് നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഹദീസിൻ്റെയും ഖുർആനിക വചനങ്ങളുടെയും പണ്ഡിതന്മാരുടെ ഖൗലുകളുടെയും അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ടും നമുക്ക് അപ്രാപ്യമായ, നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രതിഭാസമാണ്, എന്തോ ഒരു വലിയ വിഷയമാണ് നിയ്യത്ത് എന്ന ഒരു ധാരണയാണ് സാധാരണക്കാരായ ആളുകൾക്കുള്ളത്. മാത്രമല്ല, ആ വിഷയത്തിൽ അവർക്ക് വളരെ വലിയ ബേജാറുകളുണ്ട്, ഒരുപാട് വസ്വാസുകൾ അവർക്കതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, എന്താണ് നിയ്യത്ത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും ലളിതവും വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്നതും യാതൊരു വസ്വാസുകൾക്കും സ്ഥാനമില്ലാത്തതുമായ ഇത്രയും ലളിതമായൊരു കാര്യമായിരുന്നോ ഈ നിയ്യത്ത് വെക്കൽ എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് മുൻധാരണകൾ ഇല്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ നിയ്യത്തിൻ്റെ വിഷയത്തിലുള്ള നമ്മുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുന്നതാണ്. ഒന്നാമതായി നാം പറയുവാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നിയ്യത്ത് എന്നത് നമ്മുടെ ഏത് ഇബാദത്ത് സ്വീകരിക്കപ്പെടാനും അനിവാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അതിൽ നമുക്ക് കാണാം, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിശ്ചയം അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ വ്യക്തിയും താൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നിയ്യത്ത് നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഇബാദത്തിൻ്റെ റുക്നാണ് നിയ്യത്ത്, അഥവാ അവിഭാജ്യ ഘടകം, വിഭജിക്കാൻ പറ്റാത്ത അനിവാര്യമായ ഘടകം, അതിനാണ് റുക്ന് എന്ന് പറയുന്നത്. റുക്നാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഷർത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ നിബന്ധനയാണ്. ഇബാദത്ത് സഹീഹാവാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്, നിബന്ധനയിൽപ്പെട്ടതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഫർളാണ്, നമസ്കാരത്തിൽ അതല്ലെങ്കിൽ മറ്റു ഇബാദത്തിലെ നിർബന്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും ആശയം ഒന്നാണ്, നിയ്യത്ത് അനിവാര്യമാണ് ഒരു ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് തർക്കമേ ഇല്ല. നിയ്യത്ത് വേണം. നമസ്കാരത്തിനാകട്ടെ, നോമ്പിനാകട്ടെ, വേറെ ഏത് ഇബാദത്തിനാവട്ടെ നിയ്യത്ത് നിർബന്ധമാണ്. എന്നാൽ എന്താണ് നിയ്യത്ത്? അള്ളാഹുവിൻ്റെ റസൂല് നിയ്യത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നവ എന്ന ഫിഅലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. എങ്കിൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയം വളരെ ലളിതമായി. യഥാർത്ഥത്തിൽ നവായൻ വി നിയ്യത്തൻ, നവായൻ വി നിയ്യത്തൻ. എന്താണ് നവ എന്ന് പറഞ്ഞാൽ? ഉദ്ദേശിക്കുക എന്നാണ് സഹോദരങ്ങളെ ആ വാക്കിൻ്റെ അർത്ഥം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നിയ്യത്ത് എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അന്നിയ്യതു ഹിയൽ ഖസ്ദു ഇല ശൈ വൽ അസീമതു അലാ ഫിഅലിഹി. ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കലും അതിന് തീരുമാനമെടുക്കലുമാണ്, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുക, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അന്നിയ്യതു ഖസ്ദുക ശൈഅ ബിഖൽബിക്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നീ ഉദ്ദേശിക്കലാണ്, അതിനെ ലക്ഷ്യം വെക്കലാണ്, അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട്
നമ്മുടെ മനസ്സുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കലും തീരുമാനിക്കലുമാണ് നിയ്യത്ത്. അതാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവൻ, എല്ലാ മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ഐക്യകണ്ഠേന പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണത്? അന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്. നമ്മുടെ മനസ്സുകൊണ്ടൊരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയില്ലേ? ആ ഉദ്ദേശിക്കലും ആ കാര്യം ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്യുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ളുഹർ നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ളുഹർ നമസ്കരിക്കാൻ പോവുകയാണ് എന്ന മനസ്സിൽ ആ കരുതലുണ്ടല്ലോ, അതാണ് നിയ്യത്ത്. അല്ലെങ്കിൽ അസർ നമസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ മഗ്രിബ് നമസ്കരിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ജംഉം ഖസ്റുമാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പെരുന്നാൾ നമസ്കാരമാണ് നിർവഹിക്കുന്നത്, ഞാൻ വെള്ളിയാഴ്ച നമസ്കാരമാണ് നിർവഹിക്കുന്നത്. ഇങ്ങനെ മനസ്സിൽ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടാവലും ആ ഒരു തീരുമാനം മനസ്സിലുണ്ടാവുകയും ചെയ്യുക, അതിനാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ലളിതമായൊരു വിഷയമാണത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം മനസ്സിൽ തീരുമാനിക്കുക, ഉദ്ദേശിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത്രമാത്രം കൺഫ്യൂഷനും ഇത്രമാത്രം സംശയങ്ങളും പ്രശ്നങ്ങളും ഈ നിയ്യത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെയുണ്ടായി? അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ നിയ്യത്ത് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട്. ഉസല്ലി അസ്വലാത്ത കഥ വ കഥ, ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മഗ്രിബ് നമസ്കാരം ഇത്ര റക്അത്ത്, ഒന്നുകിൽ ഇമാമായിക്കൊണ്ട്, അല്ലെങ്കിൽ മൗമൂമായിക്കൊണ്ട്, ഖളാ വീട്ടുന്നതായിക്കൊണ്ട്, അല്ലെങ്കിൽ അദാഅൻ അതിൻ്റേതായ സമയത്ത് നിർവഹിക്കുന്നതായിക്കൊണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വാക്കുകളും നിയ്യത്ത് ചൊല്ലിപ്പറയലും നമ്മുടെ നാട്ടിൽ പല ആളുകളിലും വ്യാപകമായി കാണപ്പെടുന്നു. ഇങ്ങനെ നിയ്യത്ത് നാവുകൊണ്ട് ചൊല്ലിപ്പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ധാരാളം ആളുകൾക്ക് ഈ വിഷയത്തിൽ വസ്വാസ് ഉണ്ടാകുവാനും കൺഫ്യൂഷൻ ഉണ്ടാവുവാനും, മറ്റെല്ലാ വിഷയങ്ങളും ഞങ്ങൾ പഠിച്ചു പക്ഷേ ഇതുമാത്രം എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയാനുമുള്ള കാരണം. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും ശ്രദ്ധിക്കുക. നിയ്യത്ത് എന്നത് നമ്മുടെ നാവുകൊണ്ട് ചൊല്ലിപ്പറയുക എന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യമാകുന്നു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവുകൊണ്ട് നിയ്യത്ത് ചൊല്ലിപ്പറയാൻ നമ്മെ പഠിപ്പിച്ചിട്ടേയില്ല. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹല്ല് എവിടെയാണ്? കൽബാണ്, ഹൃദയത്തിലാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ അത് ക്ലിയറായി കഴിഞ്ഞു. അതിനപ്പുറത്ത് അതിനെ നാവ് കൊണ്ട് പ്രത്യേകം ചൊല്ലിപ്പറയേണ്ടതില്ല. എന്താണ് അതിനുള്ള തെളിവ്? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരക്കണക്കിന് വഖ്ത് നമസ്കരിച്ചിട്ടുണ്ട്. സുന്നത്തായ നമസ്കാരം, ഫർളായ നമസ്കാരം, അങ്ങനെ ധാരാളം നമസ്കാരങ്ങൾ. ഒരൊറ്റ നമസ്കാരത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ ഇന്നാലിന്ന നമസ്കാരം ഇത്ര റക്അത്ത് ഇമാമായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു വാചകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ വഖ്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിയ്യത്ത് ചൊല്ലിപ്പറയൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമുക്കത് പഠിപ്പിച്ചു തരേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് നിങ്ങൾ അതുപോലെ നമസ്കരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ, നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമസ്കാരത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ സ്വഹാബിയും നിയ്യത്ത് ചൊല്ലി പറഞ്ഞതായി നമുക്ക് ഒരു തെളിവും കാണുക സാധ്യമല്ല. താബിയങ്ങളോ തബഉ താബിയങ്ങളോ ഒന്നും തന്നെ നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയേണ്ടതാണ് എന്ന് പഠിപ്പിച്ചതായോ അങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് കാണിച്ചു തന്നതായോ നമുക്ക് കാണുക സാധ്യമല്ല. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കൺഫ്യൂഷൻ എല്ലാം തീർന്നു. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, പിന്നെ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്? പ്രത്യേകിച്ചും ചില മദ്ഹബുകളിൽ, ഉദാഹരണത്തിന് ഷാഫി മദ്ഹബിലെ ധാരാളം ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് നിയ്യത്ത് നാവുകൊണ്ട് പറയൽ, ഉസല്ലി ഫർള സ്വലാത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയൽ അത് നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ധാരാളം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നിയ്യത്ത് ചൊല്ലിപ്പറയൽ നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. മഹാനായ അൽ ഇമാം അശ്ശിറാസി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അൽ മുഹദ്ദബ് എന്ന് പറയുന്ന വിഖ്യാതമായ ഷാഫി മദ്ഹബിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം, അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് സുമ്മയൻവി, പിന്നീട് ആ വ്യക്തി നിയ്യത്ത് വെക്കണം, അഥവാ മനസ്സിൽ കരുതണം. വന്നിയ്യത്തു ഫർദുൻ മിൻ ഫുറൂദി സ്വലാഹ്, നിയ്യത്ത് നമസ്കാരത്തിൻ്റെ ഫർദുകളിൽപ്പെട്ടതാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ അമലും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിയ്യത്ത് എന്താണ്? ഫർദാണ്. വലിഅന്നഹാ ഖുർബത്തുൻ മഹ്ദ ഫലം തസിഹ മിൻ ഗൈരി നിയ്യത്തിൻ, നിയ്യത്തില്ലാതെ ഒരിക്കലും ഈ ഒരു ഇബാദത്ത്, നമസ്കാരം, അത് സ്വീകരിക്കപ്പെടുകയില്ല. കസ്സൗമി, നോമ്പ് പോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയാണ് വമഹല്ലു നിയ്യത്തി അൽ ഖൽബു, നിയ്യത്തിൻ്റെ സ്ഥാനം അതെവിടെയാണ്? അത് കൽബാണ്, നാവല്ല. ഫഇൻ നവാ ബിഖൽബിഹി ദൂന ലിസാനിഹി അജ്സഅഹു, നാവ് കൊണ്ട് പറയാതെ തന്നെ ഹൃദയം കൊണ്ട് ഉദ്ദേശിച്ചാൽ അത് മതിയാകുന്നതാണ്. വമിൻ അസ്ഹാബിന മൻ ഖാല യൻവി ബിൽ ഖൽബി വയതലഫ്ഫളു ബിൽ ലിസാൻ, എന്നാൽ ഷാഫി മദ്ഹബിലെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്താണത്? കൽബ് കൊണ്ട് ഉദ്ദേശിക്കുകയും നാവ് കൊണ്ട് പറയുകയും വേണം. വലൈസ ബിശൈഇൻ, അത് പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ആരാണ് പറയുന്നത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ പറയുകയാണ്, വലൈസ ബിശൈഇൻ, ആ വാദം ഒന്നുമല്ല, അത് പരിഗണിക്കപ്പെടേണ്ടതല്ല. കാരണം ലിഅന്ന നിയ്യത ഹിയൽ ഖസ്ദു ബിൽ ഖൽബ്, കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കലാണ്. ശ്രദ്ധിക്കുക, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കലാണ്. ഇതിന് ഈ വിഖ്യാതമായ ഗ്രന്ഥത്തിന് ഷറഹ് എഴുതിയിട്ടുണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനാണ് ഷറഹുൽ മുഹദ്ദബ്, അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബ് എന്നറിയപ്പെടുന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വാക്കുകൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഫഇൻ നവാ ബിഖൽബിഹി വലം യതലഫ്ഫദ് ബിലിസാനിഹി അജ്സഅഹു അലൽ മദ്ഹബി വബിഹി ഖത്അൽ ജുംഹൂർ വഫീഹിൽ വജ്ഹു അല്ലദീ ദക്കറഹുൽ മുസന്നിഫ്, ഒരാൾ നാവ് കൊണ്ട് പറയാതെ ഹൃദയം കൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ ഷാഫിഈ മദ്ഹബ് പ്രകാരം തന്നെ ആ നമസ്കാരം സഹീഹാണ്. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇമാം ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൽ അതിന് വജ്ഹുണ്ട്. وقال صاحب الهاوي هو قول أبي عبد الله الزبيري أنه لا يجزئه حتى يجمع بين نية القلب وتلفظ اللسان. എന്നാൽ അബൂ അബ്ദില്ല അസ്സുബൈരി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, നാവുകൊണ്ട് പറയുകയും വേണം, എങ്കിലേ നമസ്കാരം സഹീഹാവുകയുള്ളൂ എന്ന ഒരു വാദം അദ്ദേഹം പറയുകയുണ്ടായി. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? ലിഅന്ന ശാഫിഈ റഹിമഹുല്ലാഹ് ഖാല ഫിൽ ഹജ്ജി ഇദാ നവാ ഹജ്ജൻ ഔ ഉംറതൻ അജ്സ വഇൻ ലം യതലഫ്ഫദ് വലൈസ കസ്സലാത്തി ലാ തസിഹു ഇല്ലാ ബിന്നുത്ഖ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിനെ കുറിച്ചും ഉംറയെക്കുറിച്ചും പറഞ്ഞപ്പോൾ പറഞ്ഞു, നാവുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ ഔ ഉംറത്തൻ എന്ന് നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഹജ്ജും ഉംറയും സഹീഹാകും. എന്നാൽ നമസ്കാരം അങ്ങനെയല്ല, അത് സഹീഹാവണമെങ്കിൽ പറയുക തന്നെ വേണം. അപ്പോൾ ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്ക്. നമസ്കാരമാണെങ്കിൽ പറയുക തന്നെ വേണം, ഹജ്ജാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അബൂ അബ്ദില്ല അസ്സുബൈരി റഹിമഹുല്ലാ അദ്ദേഹം വിചാരിച്ചത് എന്താണ്? അത് നിയ്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നിയ്യത്തും ചൊല്ലി പറഞ്ഞിട്ടില്ലെങ്കിൽ നമസ്കാരം സഹീഹാവുകയില്ല എന്ന് അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചത് എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാല അസ്ഹാബുനാ ഗലിത ഹാദൽ ഖായിൽ, ഈ പറഞ്ഞ വ്യക്തിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, അഥവാ അബൂ അബ്ദില്ല അസ്സുബൈരി റഹിമഹുല്ലക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നാവുകൊണ്ട് പറയണമെന്ന് പറഞ്ഞത് അത് നിയ്യത്തിനെ കുറിച്ചല്ല. വലൈസ മുറാദു ശാഫിഈ ബിന്നുത്ഖി ഫി സ്വലാത്തി ഹാദാ ബൽ മുറാദുഹു അത്തക്ബീർ, അതുകൊണ്ടുള്ള ഉദ്ദേശം തക്ബീറാണ്, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാലേ നമസ്കാരം സ്റ്റാർട്ടായതായി പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചത്
തക്ബീറാണ്, അതല്ലാതെ നിയ്യത്ത് ചൊല്ലിപ്പറയലല്ല. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈയുടെ ഒരു ഖൗലിനെ ചില പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചതാണ്. പിന്നീട് ഷാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും അതിനെ അങ്ങനെ മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈ അങ്ങനെ ഒരു നിബന്ധന ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. വലൗ തലഫള ബിലിസാനിഹി വലം യൻവി ബിഖൽബിഹി ലം തൻഅഖിദു സ്വലാത്തുഹു ബിൽ ഇജ്മാഇ ഫീ. കാരണം ഒരാൾ നാവുകൊണ്ട് പറഞ്ഞു എന്ന് വിചാരിക്കുക, പക്ഷേ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ അയാളുടെ ആ നമസ്കാരം സഹീഹാവുകയില്ല. കാരണം നാവല്ല ഈ വിഷയത്തിൽ പ്രധാനം. വലൗ നവാ ബിഖൽബിഹി സ്വലാത്തുൽ ളുഹ്രി വജറാ അലാ ലിസാനിഹി സ്വലാത്ത് അൽ അസ്ർ ഇൻഅഖദ സ്വലാത്തുൽ ളുഹ്ർ. ഒരാൾ മനസ്സിൽ ലുഹറാണ് ഉദ്ദേശിച്ചത്, നാവുകൊണ്ട് പറഞ്ഞപ്പോൾ അസർ എന്ന് പറഞ്ഞു പോയാൽ പോലും അത് ലുഹറായി പരിഗണിക്കുകയും ചെയ്യും. കാരണം ഖൽബാണ് പ്രധാനം, നാവല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നാവുകൊണ്ട് പറയണമെന്ന ഒരു നിബന്ധന പറഞ്ഞിട്ടേയില്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്ക് തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് നിയ്യത്തിൻ്റെ മഹല്ല് എന്ന് പറയുന്നത് ഖൽബാണ്, നാവല്ല എന്ന് വളരെ വ്യക്തമായി ഇമാം ഷാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിച്ചു, ഫഇന്നഹു ലം യഖുൽ അഹദും മിനൽ അഇമ്മത്തിൽ അർബഅ ലാ അശ്ശാഫിഈ വലാ ഗൈരിഹി ബിഇശ്തിറാത്തി തലഫ്ഫുദ് ബിന്നിയ്യ വഇന്നമ നിയ്യത്തു മഹല്ലുഹൽ ഖൽബ്. ഒരു 4 മദ്ഹബിലെ അഇമ്മത്തുകളും എന്ത് പറഞ്ഞിട്ടില്ല? നിയ്യത്ത് നാവുകൊണ്ട് ചൊല്ലിപ്പറയൽ ഷർത്താണ്, നിബന്ധനയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വഇന്നമ നിയ്യത്തു മഹല്ലുഹൽ ഖൽബ് ബിത്തിഫാഖിഹിം, അവരുടെ ഇത്തിഫാഖ് ഉണ്ട്. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഖൽബാണ്, ഹൃദയമാണ്. ഇല്ല അന്ന ബഅദൽ മുതഅഖിരീന ഔജബ തലഫ്ഫുള ബിഹാ വഖറജ വജ്ഹൻ ഫീ മദ്ഹബി ശാഫിഈ ഖാല അൻ-നവവി റഹിമഹുല്ലാ വഹുവ ഗലത്തുൻ. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ഷാഫി മദ്ഹബിലെ ആളുകളാണ് നാവുകൊണ്ടുകൂടി പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പൂർവികരാർ പറഞ്ഞിട്ടില്ല. അത് ഗലത്താണ്, തെറ്റാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നാവുകൊണ്ട് നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽപ്പെട്ടതല്ല. സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ളുഹറിന് എന്താണ് പറയുക, അസറിന് എന്താണ് പറയുക, തഹജ്ജുദിന് എന്താണ് പറയുക, വിത്തറിന് എന്താണ് പറയുക, തറാവിഹിന് എന്താണ് പറയുക, ജമ്മും ഖസ്റുമാക്കുമ്പോൾ എന്താണ് പറയുക എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ളുഹറും അസറും ജമ്മാക്കുകയാണ്, അത് മനസ്സിൽ കരുതുക. ഞാൻ ഇന്ന സുന്നത്ത് നമസ്കരിക്കുകയാണ്, അത് മനസ്സിൽ കരുതുക. ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ മനസ്സിലെ വസ്വാസ് ഇല്ലാതെയാക്കാൻ ചൊല്ലുന്നത് കൂടി നല്ലതാണ് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ അത് വസ്വാസ് കൂട്ടുകയാണ് ചെയ്തത്. അത് വസ്വാസ് കൂട്ടി ഓരോന്നിനും എന്തു പറയണം, എങ്ങനെ പറയണം എന്നറിയാതെ ആളുകൾ കൺഫ്യൂസ്ഡായി, വാക്കുകൾ തമ്മിൽ വ്യത്യാസമായി. മാത്രമല്ല ചില ആളുകൾക്ക് പറഞ്ഞാൽ അത് പറഞ്ഞത് ശരിയായോ എന്ന് പിന്നീട് ശക്ക് വരികയാണ്, സംശയം വരികയാണ്. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വലിയൊരു വസ്വാസിൻ്റെ മേഖലയായി അത് മാറി. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസായിദി ഷൈത്താൻ എന്ന് പറയുന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, അന്നിയ്യതു ഹിയൽ ഖസ്ദു വൽ അസ്മു അല ഷൈ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കലും ഉദ്ദേശിക്കലുമാണ്. വ മഹല്ലുഹൽ ഖൽബ് ലാ തഅല്ലുഖ ലഹാ ബിൽ ലിസാനി അസ്ല. അതിൻ്റെ സ്ഥാനം ഹൃദയമാണ്, നാവിന് അതുമായി യാതൊരു ബന്ധവുമില്ല. വലിദാലിക ലം യുൻഖലാനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അനി സ്വഹാബ ഫി നിയ്യത്തി ലഫ്ദുൻ ബിഹാൽ. നബിയോ സഹാബികളോ നിയ്യത്ത് ചൊല്ലിയതായി ഒരു നിലക്കും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വഹാദിഹിൽ ഇബാറാത്ത് അല്ലത്തി ഉഹദിസത് ഇൻദ ഇഫ്തിതാഹി ത്വഹാറത്തി വസ്സലാ ഖദ് ജഅലഹ അശ്ശൈത്താനു മുഅ്തറഖൻ ലി അഹ്ലിൽ വസ്വാസി യഹ്ബിസുഹും അൻഹാ വയുഅദ്ദിബുഹും ഫീഹാ. എന്നാൽ വുളു എടുക്കുമ്പോഴും നമസ്കാരത്തിൻ്റെ ഒക്കെ സന്ദർഭത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ട ചില അൽഫാലുകൾ, ഉസല്ലി സ്വലാത്തുൽ ളുഹുർ കദ വകദ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അത്തരം അൽഫാലുകൾ, അത് പിശാച് വസ്വാസ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാക്കി അതിനെ മാറ്റി. അങ്ങനെ ആ ആളുകൾ അതിൽ തന്നെ ആ വാക്കുകളിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കുന്നു. പിന്നെ അവരെ അതിൽ പിശാച് ശിക്ഷിക്കുന്നു. എങ്ങനെ? വയൂഖിഉം ഫീ തലബി തസ്ഹീഹിഹ. പിന്നെയും അത് ശരിയാക്കാൻ വേണ്ടി അവർ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫതറ അഹദഹും യുകർറിറുഹ. ചില ആളുകളെ കാണാം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയുജിഹിദു നഫ്സഹു ഫി തലഫുളി. അങ്ങനെ ഇത് ചൊല്ലാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കാണാം. വലൈസത് മിനസ് സ്വലാത്തി ഫീ ഷൈഇൻ. എന്നാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടേ ഇല്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിൽ നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളൊരു വിഷയം തന്നെയില്ല. അപ്പോൾ റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യത്തിൻ്റെ മേലാണ് അധികം ആളുകളും അവരുടെ സമയം ചെലവഴിക്കുന്നത്. പല നിലക്കുമുള്ള വസ്വാസികൾ അവർക്കുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ സൂചിപ്പിച്ച ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞത് അത്തലഫ്ഫുളു ബിന്നിയ്യത്തി നഖ്സുൻ ഫിൽ അഖ്ലി വദ്ദീൻ. നിയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നത് ദീനിലെയും അഖലിലെയും ബുദ്ധിയുടെയും ദീനിൻ്റെയും കുറവിനെ സൂചിപ്പിക്കുന്നു. അമ്മാ ഫി ദീനി ഫലി അന്നഹു ബിദ്അ. ദീനിൽ എന്താണ് കുറവ്? കാരണം അത് ബിദ്അത്താണ്. ആയിരക്കണക്കിന് വക്ത് നമസ്കരിച്ച അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല, ഒരൊറ്റ സ്വഹാബിയും ചെയ്തിട്ടില്ല. അവരാരും ചെയ്യാത്തൊരു കാര്യം എന്നത് ബിദ്അത്താണ് എന്നതിൽ സംശയമില്ലല്ലോ. വ അമ്മാ ഫിൽ അഖ്ലി, ഇനി ബുദ്ധിയിൽ കുറവാണ് എന്ന് പറയാനുള്ള കാരണം ഫലി അന്ന ഹാദാ ബിമൻസിലത്തി മൻ യുരീദു അക്ല ത്വആമി ഫഖാല അൻവി ബിവദ്ഇ യദി ഫീ ഹാദൽ ഇനാ ഇന്നി ആഖുദു മിൻഹു ലുഖ്മതൻ ഫഅളഉഹാ ഫീ ഫമി ഫഅംദഗുഹാ സുമ്മ അബ്ലഉഹാ ലിഅശ്ബഅ ഫഹാദാ ഹംഖുൻ വജഹ്ലുൻ. ഹുംഖുൻ വജഹ്ലുൻ. അദ്ദേഹം പറയാണ്, ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തി പറയുമോ, ഞാനിതാ ഇന്നാലിന്ന ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഇന്നാലിന്ന നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ കൈ പാത്രത്തിലേക്ക് വെക്കും, എന്നിട്ട് ആ ഭക്ഷണം വായിലേക്ക് വെക്കും, എന്നിട്ട് ഞാനത് ചവച്ചരയ്ക്കും, എന്നിട്ട് ഞാനതിനെ ഇറക്കും എൻ്റെ വിശപ്പ് മാറാൻ വേണ്ടി എന്നാരെങ്കിലും ഭക്ഷണം കഴിക്കാൻ നേരം പറയാറുണ്ടോ? ഇല്ല. ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശമല്ലേ ഉണ്ടാവാറുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഞാൻ ളുഹർ നമസ്കരിക്കാൻ പോവാണ്, അത് 4 റക്അത്താണ്, അതിൽ ഇത്ര റക്അത്തുണ്ട്, ഇത്ര സുജൂദുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അത് ഓൾറെഡി പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ളുഹർ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്ക് തന്നെ എന്താണ് ളുഹർ നമസ്കാരം. അതുകൊണ്ടാണല്ലോ നാം ളുഹർ നമസ്കരിക്കുമ്പോൾ ഒരിക്കലും അത് 2 റക്അത്തായി പോവാത്തത്. സ്ഥിരമായി മറന്നുകൊണ്ടാവാം, അതല്ലാതെ മഗ്രിബ് നമുക്ക് 3 എന്ന് കാരണം നമ്മുടെ നിയ്യത്ത് അതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് നിർവഹിക്കുള്ളൂ. നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയുക എന്നതിന് ഹദീസിലോ പ്രവാചകൻ്റെ ചര്യയിലോ തെളിവില്ല എന്ന് മാത്രമല്ല, സാധാരണ നിലക്ക് നമ്മൾ ആരും തന്നെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഉറക്കെ പറയാറില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, മനസ്സിലെ ഉദ്ദേശം നാവ് കൊണ്ട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? പറഞ്ഞാൽ കുഴപ്പമില്ല സാധാരണ നിലക്ക് ഭൗതിക കാര്യമാണെങ്കിൽ. പക്ഷെ ദീനിൻ്റെ കാര്യം അങ്ങനെയല്ല. ദീനിൻ്റെ വിഷയമാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ആവണം. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നമസ്കരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കെങ്ങനെ അത് ചൊല്ലാൻ സാധിക്കും? സ്വഹാബികൾ ആരും ചൊല്ലിയിട്ടില്ല, താബീങ്ങൾ ആരും ചൊല്ലിയിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബികളും കാണിക്കാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ ബിദ്അത്താണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അത് ഈ ഒരവസരത്തിൽ നമ്മളൊക്കെ മനസ്സിരുത്തി കേൾക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്തി ഖാല അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ആദ്യം തന്നെ പറയാറുള്ളത് അല്ലാഹു അക്ബർ എന്നാണ്. വലം യഖുൽ ഷൈഅൻ ഖബ്ലഹ, അതിനു മുമ്പ് ഒരു വാക്കും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. ഒരിക്കലെങ്കിലും റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബികളെന്ന് നമുക്ക് പറഞ്ഞുതരും, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വലാ തലഫ്ഫള ബിന്നിയ്യത്തി അൽബത്ത, ഒരിക്കൽ പോലും നിയ്യത്ത് റസൂൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. വലാ ഖാല ഉസല്ലി ലില്ലാഹി സ്വലാത കദാ മുസ്തഖ്ബിലൽ ഖിബ്ല 4 റക്അാത്തിൻ ഇമാമൻ ഔ മൗമൂമൻ വലാ ഖാല അദാഅൻ വലാ ഖളാഅൻ വലാ ഫർദൽ വഖ്തി വഹാദിഹി 10 ബിദ്അൻ ലം യൻഖുൽ അൻഹു അഹദുൻ ഖത്തു ബിഇസ്നാദിൻ സഹീഹിൻ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് 4 റക്അത്ത് ഇമാമായിട്ട് അല്ലെങ്കിൽ മൗമൂമായിട്ട് അദാ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഖളാ ആയിക്കൊണ്ട് തുടങ്ങിയതൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഒരാളും തന്നെ ബിഇസ്നാദിൻ സഹീഹിൻ, സ്വഹീഹായ ഒരു ഇസ്നാദോട് കൂടിയോ വലാ ദഈഫിൻ, ദുർബലമായ ഒരു ഹദീസിൽ പോലുമില്ല. ശ്രദ്ധിക്കുക, ദുർബലമായ ഒരു ഹദീസിൽ ഇത് വന്നിട്ടില്ല. വലാ മുസ്നദിൻ വലാ മുർസലിൻ, മുർസലായ ഹദീസിലോ മുസ്നദായ ഹദീസിലോ അഥവാ ഹദീസിലെ കണ്ണി ചേർക്കപ്പെട്ടതിലോ ഇനി മുറിഞ്ഞു പോയത് വല്ലതുണ്ടെങ്കിൽ അങ്ങനെയും വന്നിട്ടില്ല. ലഫ്ളതൻ വാഹിദതൻ മിൻഹ അൽബത്ത, നിയ്യത്തുമായി ഒരു ലഫ്ള് പോലും സഹോദരങ്ങളെ വന്നിട്ടില്ല. ബൽ വല അൻ അഹദിൻ മിൻ അസ്ഹാബിഹി, ഒരൊറ്റ സ്വഹാബിയിൽ നിന്നും വന്നിട്ടില്ല. വലസ്തഹ്സനഹു അഹദും മിന താബിഈൻ വലൽ അഇമ്മത്തിൽ അർബഅ, 4 അഇമ്മത്തുകൾ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അവരിൽ നിന്നോ താബിയങ്ങളിൽ നിന്നോ ഇത് നല്ലതാണ് എന്നുള്ള നിലക്ക് പറയപ്പെട്ടിട്ടില്ല. വ ഇന്നമാ ഗർറ ബഅദൽ മുതഅഖിരീന ഖൗലു ശാഫിഈ റളിയല്ലാഹു അൻഹു ഫി സ്വലാത്ത്, പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ആളുകൾക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ അവർ തെറ്റിദ്ധരിച്ചതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തക്ബീറാണ് ഉദ്ദേശിച്ചത്, അത് നിയ്യത്താണ് എന്ന് കരുതിയിട്ടാണ് പല ആളുകളും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്,
നബിയോ സഹാബികളോ ഖലീഫമാരോ ആരും ചെയ്തിട്ടില്ല. വഹാദ ഹദീഹും വസീറത്തുഹും ഫഇൻ ഔജദന അഹദുൻ ഹർഫൻ വാഹിദൻ അൻഹും ഫീ ദാലിക ഖബിൽനാഹു വഖാബൽനാഹു ബിത്തസ്ലീമി വൽ ഖബൂൽ. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരാൾ സ്വഹീഹായ സനദോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലോ സഹാബികളോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. ഒരു വിരോധവുമില്ല. നമുക്ക് ഹദീസുകളോട് വെറുപ്പില്ല, സ്വഹാബത്തിൻ്റെ ചര്യയോട് നമുക്ക് വെറുപ്പില്ല. എന്നാൽ നബിയോ സഹാബികളോ ഒന്നും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം, സലഫ് സാലിഹ്യങ്ങൾക്ക് ഒരു നിലക്കും പരിചയമില്ലാത്തൊരു കാര്യം, അത് ബിദ്അത്താണ് എന്നും അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും പറയാനുള്ളത് അതാണ്. പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. ഇതെങ്ങനെ ചൊല്ലിപ്പറഞ്ഞ് പ്രതിഫലിപ്പിക്കും? മാത്രമല്ല ചിലർ മലയാളത്തിലല്ലാതെ അറബിയിൽ തന്നെ പറയണമെന്ന് വരെ ഷർത്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ നബിയോ സഹാബികളോ ഒന്നും വെക്കാത്ത ഷർത്താണ്, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതിലൂടെ ആളുകൾ പല നിലക്കുമുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എങ്ങനെയാണ് ആ നമസ്കാരത്തിന് നിയ്യത്ത് വെക്കുക, എങ്ങനെയാണ് ജമ്മു കസുറാക്കുമ്പോൾ നിയ്യത്ത് വെക്കുക, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ വലിയ പ്രയാസത്തിലാണ്. ദീനിൻ്റെ അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചു, എങ്ങനെ നിസ്കരിക്കണം, അതിൻ്റെ ഫള്. എന്നാലും അവർക്ക് പിന്നെയും തോന്നുകയാണ് ഞങ്ങൾ എന്തോ ഒന്ന് പഠിക്കാൻ ബാക്കിയുണ്ട്, അത് നിയ്യത്താണ്. അതാകട്ടെ ഇസ്ലാമിലില്ലാത്തതും റസൂല് പഠിപ്പിക്കാത്തതും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിയ്യത്തില്ല എന്നല്ല. ഞാൻ നേരത്തെ വിശദീകരിച്ചു, നിയ്യത്ത് നിർബന്ധമാണ്. പക്ഷെ അതിൻ്റെ മഹല്ല് കൽബാണ്, മനസ്സുകൊണ്ട് കരുതുക. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവാണ്. എത്ര സിമ്പിളാണത്. ആ ബോധം നമുക്കുണ്ടാവണം. ലോഹർ നമസ്കരിക്കാൻ പോകുമ്പോൾ ഇത് ലോഹറാണ് എന്ന ബോധം നമുക്കുണ്ടാവണം, അല്ലാതെ സുന്നത്താണ് എന്ന് നമുക്ക് ബോധം ഉണ്ടാവരുത്. ഉദാഹരണത്തിന് സുബൈയുടെ മുമ്പ് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. സുബൈയും 2 റക്അത്താണ്. പക്ഷേ അതെങ്ങനെയാണ് വേർതിരിയുന്നത് വളരെ സിമ്പിളാണ്. ഇത് സുബൈയുടെ മുമ്പുള്ള സുന്നത്താണ് എന്നാണ് നമ്മുടെ മനസ്സിൽ കരുതുന്നത്. എന്നാൽ ഇത് ഫർളായ സുബൈ നമസ്കാരമാണ്. സിമ്പിളാണ്. അപ്പോൾ ഈ നിലക്ക് മനസ്സുകൊണ്ട് അതിനെ വേർതിരിക്കുക എന്നതല്ലാതെ അത് നിർബന്ധമാണ് താനും. അതിനപ്പുറത്ത് നാവുകൊണ്ട് അതിൻ്റെ ഓരോ ഘടകങ്ങളും ചൊല്ലി പറയുക, അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആകെ പ്രയാസപ്പെടുക, അതൊരു വസ്വാസായി തരിക, ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല. ഇസ്ലാമിലില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല, അത് ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കുക. നബിയും സഹാബികളും പഠിപ്പിക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുക. അതേസമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി നിയ്യത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു ഇബാദത്ത് എന്താണ് എന്ന് മനസ്സിൽ കരുതുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണ് എന്ന ചിന്തയോടുകൂടിയും ചെയ്യുക, അതാണ് നിയ്യത്ത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്ന് അമൽ ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്.